വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ആകയാൽ യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള പ്രഭാവത്തിലും കരുത്താർജിക്കുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നാം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നമ്മൾ പിശാചിനെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും നമ്മൾ ഒരു ആത്മീയ യുദ്ധം നടത്തുകയാണ്. ഈ ആത്മീയ യുദ്ധത്തിൽ ഓരോ ദൈവ പൈതലിനോടും ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഈ ആയുധം ധരിച്ചുകൊണ്ട് വേണം ഓരോ മക്കളും ആത്മീയ യുദ്ധത്തിൽ പങ്കുചേരാൻ വേണ്ടി. എന്താണ് ഈ ആത്മീയ ആയുധങ്ങൾ നാം ധരിക്കേണ്ടത്? നമ്മളോട് പറയുന്നു, പരിച ധരിക്കണം, കവചം ധരിക്കണം, അരക്കച്ച ധരിക്കണം, പാദരക്ഷ ധരിക്കണം, പടത്തൊപ്പി അണിയണം, വാൾ നമ്മുടെ കയ്യിലുണ്ടാവണം. എന്താണ് ഇതിന് ആത്മീയമായ അർത്ഥങ്ങൾ തരുന്നത്? വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിക്കുക. സത്യം കൊണ്ട് അരമുറുക്കണം. സത്യം കൊണ്ടാണ് ഒരു വ്യക്തിയുടെ അരക്കച്ച മുറുക്കേണ്ടത്. രണ്ടാമത് പറയുകയാണ്, നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. നീതിയുടെ കവചമാണ്, വിശ്വസ്തയുടെ കവചമാണ് ഓരോ ദൈവവൈദ്യരും ധരിക്കേണ്ടത്. വീണ്ടും പറയുകയാണ്, സമാധാനത്തിന് സുവിശേഷത്തിന് ഒരുക്കമായുള്ള പാദരക്ഷകൾ ധരിക്കുവിൻ. നമ്മുടെ ചെരുപ്പുകൾ എന്തായിരിക്കണം? സമാധാനത്തിന് ഒരുക്കമായുള്ള സുവിശേഷമായിരിക്കണം നമ്മുടെ ഓരോരുത്തരെയും പാദരക്ഷകൾ. വീണ്ടും പറഞ്ഞു തരുന്നു, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. നമ്മുടെ കയ്യിലെടുക്കേണ്ട പരിചയം എന്താ? വിശ്വാസത്തിൻ്റെ പരിചയമാണ്. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. ഈ ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളെടുത്തുകൊണ്ടാണ് ആത്മീയ യുദ്ധത്തിൽ ഓരോ ദൈവ പൈതലും മുന്നോട്ട് പോകേണ്ടത്. ഞാനും നിങ്ങളുമെല്ലാം ഓരോ ദിവസവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശവമഞ്ചത്തിന് മുമ്പിൽ വന്നുകൊണ്ട് പുരോഹിതൻ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയല്ലേ നമ്മുടെ ശിരസിലേക്ക് ആ പുഷ്പകിരീടം വെച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. തുടർന്ന് പറയുകയാണ്, വിശ്വസ്തരായ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും യുദ്ധം ചെയ്യുന്നവരാ, ആത്മീയ യുദ്ധം ചെയ്യുന്നവരാ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഏത് യുദ്ധത്തിലാണ് നമ്മൾ പങ്കെടുത്തത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം? ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയുള്ള യുദ്ധങ്ങളിലൊന്നുമല്ല പങ്കെടുക്കുന്നത്, മറിച്ച് ആത്മീയ യുദ്ധത്തിലാണ് പങ്കെടുക്കുന്നത്. ആത്മീയ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ദൈവ പൈതലിനും ഇങ്ങനെ ബോധ്യം ഉണ്ടാവണം, എനിക്ക് വിജയം വരിക്കണം, എനിക്ക് നിത്യജീവനാവുന്ന ട്രോഫി നേടണം. ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഓരോരുത്തരും ധരിക്കേണ്ട വസ്ത്രം എന്താണ്, നമ്മുടെ കയ്യിലിരിക്കേണ്ട പരിച അല്ലെങ്കിൽ ആയുധങ്ങൾ എങ്ങനെയാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന വിശ്വാസത്തിൻ്റെ പരിച നിങ്ങൾ ധരിക്കുവിൻ. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും എഫെസോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളും എല്ലാം കാണാൻ സാധിക്കും. രണ്ട് തരം പരിചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വിശുദ്ധിയുടെ പരിചയാണ്, രണ്ട് വിശ്വാസത്തിൻ്റെ പരിചയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദൈവ പൈതലും ധരിക്കേണ്ട പരിച വിശ്വാസത്തിൻ്റെ പരിചയം വിശുദ്ധിയുടെ പരിചയമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, സർവോപരി നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. ഓരോ വ്യക്തികളും പരിശുദ്ധരാരെ പോലെയാ. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വീണ്ടും ദൈവത്തിന്റെ വചനം നിയമാവർത്തന പുസ്തകം
28-14 പറയുന്നു, നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നിങ്ങളിടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. പാളയം എന്ന് പറയുമ്പോൾ ഇന്ന് ഓരോ ദൈവവൈദ്യലും കാരണം എൻ്റെ ഹൃദയമാണ് ഈ പാളയം. ദൈവം എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താ, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താ? വീണ്ടും പാളയം എന്ന് പറയുമ്പോൾ അത് നിന്റെ കുടുംബം. നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിലൂടെ നിന്റെ ദൈവമായ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നിങ്ങളിടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. നിന്റെ കുടുംബം നീ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. ശുചിത്വമല്ലാത്തതൊന്നും, പാപത്തിന്റെ ഒരു കറ പോലും അവിടെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ദൈവവൈദ്യരും പ്രാർത്ഥിക്കണമെന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ കുടുംബം അത് വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ആ പാളയത്തിലേക്ക് തമ്പുരാൻ കർത്താവ് വന്ന് നോക്കുമ്പോൾ തമ്പുരാൻ കർത്താവ് നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ മക്കളെ സംരക്ഷിക്കുവാനും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ കാത്തു സൂക്ഷിക്കുവാനും കർത്താവ് അവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പാപത്തിന്റെ കണിക അവിടെ ഉണ്ടെങ്കിൽ ദൈവമായ കർത്താവിന് അവിടെ വസിക്കാൻ സാധിക്കുകയില്ല എന്ന ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 1-4 പറയുകയാണ്, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. ജ്ഞാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം, വിശുദ്ധി കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ തിരുവചനത്തെ കാണുകയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള അശുദ്ധി കടന്നു വന്നിട്ടുണ്ടോ? ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-14 പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. ദൈവത്തിന്റെ ഈ കൃപയുണ്ടല്ലോ എല്ലാ മക്കളിലേക്കും ഒഴുകിയ മഴ പെയ്യുന്ന പോലെ ദൈവ പൈതലിലേക്ക് ദൈവത്തിന്റെ കൃപയൊഴുകുന്നത്. നമുക്കാർക്കും അതിന് തടഞ്ഞു നിർത്താൻ പറ്റിയോ? എന്നാൽ മഴയെ തടഞ്ഞു നിർത്താൻ കാർമേഘത്തിന് സാധിക്കും. ഇതുപോലെ തന്നെ വെള്ളത്തിന് നീരൊഴുക്കിനെ തടഞ്ഞു നിർത്തുവാൻ അണക്കെട്ടിന് സാധിക്കും. എന്നാൽ ഒരു വ്യക്തിയിലേക്ക് ദൈവകൃപ ഒഴുകുന്നതിനെ തടസ്സപ്പെടുത്താൻ ആർക്ക് സാധിക്കും? നിന്നിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ വേരുകൾക്ക് സാധിക്കും. ഈ പാപത്തിന്റെ വേര് നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ ദൈവകൃപ നിന്നിലേക്ക് ഒഴുകിയില്ല. നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, സാവൂളിനെ ദൈവം അഭിഷേകം ചെയ്യുന്ന സമയത്ത് ദൈവമായ കർത്താവ് സാവൂളിന് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുക. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു. അവന് അധികാരവും നേതൃത്വവും കൊടുക്കുന്നു. അതുപോലെ തന്നെ അവന് ശത്രുക്കളുടെ മേൽ വിജയം നേടാനുള്ള കൃപ കൊടുക്കുന്നു. അതുപോലെ അവനെ പബ്ലിക്കായി അനോയിന്റ് ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് സാവൂളിന് കൊടുക്കുന്നത്. എന്നാൽ ഈ സാവൂൾ അശുദ്ധിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ആ അശുദ്ധി അവനെ പീഡിപ്പിക്കുന്നു, ആ അശുദ്ധി അവനെ നയിക്കുന്നു. വിശുദ്ധിയിൽ സാവൂൾ ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവന് കിട്ടുന്നു. എന്നാൽ അവൻ അശുദ്ധിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ കൃപ അവന് നഷ്ടപ്പെട്ടു പോകുന്നു. അശുദ്ധിയാണ് അവനെ നയിക്കുന്നത്. അശുദ്ധിയിൽ കൊണ്ട് അവൻ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ ഒരു വ്യക്തിയെ തൊടാതിരിക്കാൻ, ഒരു കുടുംബത്തെ തൊടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടേ? വിശുദ്ധിയുള്ള ഒരു വ്യക്തി നിന്റെ കുടുംബത്തിലുണ്ടോ, സാത്താന് അവിടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധിയുള്ള ഒരാൾക്ക് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. വിശുദ്ധിയുള്ളവന്റെ കൂടെയാണ് ദൈവം നടന്നീങ്ങിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരോടും ദൈവമായ കർത്താവ് പറയുക, വിശുദ്ധി കൊണ്ട് നിറയണം.
വിശുദ്ധിയുള്ള വ്യക്തിയായി മാറണം. ഇന്ന് ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ. ഒരുപാട് ബ്ലോക്കുകൾ അച്ഛ, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ. മക്കളുടെ ജീവിതങ്ങൾ താറുമാറായി കിടക്കുന്നു. പരീക്ഷ എഴുതുന്നുണ്ട്, IELTS OET ഒക്കെ എഴുതുന്നുണ്ട്, പക്ഷേ വിജയിക്കാൻ സാധിക്കുന്നില്ല. മക്കളുടെ ഭാവി നോക്കി കഴിയുമ്പോൾ അവിടെ ഒന്നും ഒരു കൃപ കാണാനില്ല അച്ഛ. ഇതുപോലെ തന്നെ ഒന്നിന് പുറകെ ഒന്നായി കുടുംബത്തിൽ അസ്വസ്ഥകളും പീഡകളും. നീ ഒന്ന് തിരിഞ്ഞു നോക്കണം, നിന്റെ കുടുംബത്തിൽ വിശുദ്ധി ഉണ്ടോ? വിശുദ്ധി ഉണ്ടെങ്കിലാണ് നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വചനം കാണുകയാണ്, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ തിരിച്ചറിയുവിൻ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിച്ചു കളയും. നിന്റെ ശരീരം ദൈവം വസിക്കുന്ന സ്ഥലമാ. നിന്റെ ഹൃദയം ഇത് ദൈവത്തിന്റെ സക്രാരിയ. എന്നാൽ ഈ ശരീരത്തിൽ ഏതെങ്കിലും പാപത്തിന്റെ കണിക കിടക്കുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് പറയുക, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാ. ഈ ബോധ്യം ഉണ്ടാവണം. നിന്റെ ഹൃദയം ദൈവം വസിക്കുന്ന സക്രാരിയ. ഈ ബോധ്യം ഉണ്ടാവണം. നിന്റെ ശരീരം ദേവാലയമായും നിന്റെ ഹൃദയത്തെ സക്രാരിയായും കാണാൻ സാധിക്കണം. അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹം? നമ്മൾ കാണുകയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 15-ാം തിരുവചനം. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കുവാൻ കൈകുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കുവാൻ വേണ്ടി ചെവി പൊത്തുന്നവൻ, വിശുദ്ധമായ ശിവ നയിക്കുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണടയ്ക്കുന്നവൻ. ദേ നോക്കിക്കോ, പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് തിന്മകൾ കാണാൻ സാധിക്കും, ഒരുപാട് മ്ലേച്ഛത കാണാൻ സാധിക്കും. മൊബൈൽ ഫോൺ എടുത്തു, അതുപോലെ തന്നെ മറ്റു പലതിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് തിന്മ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വചനം ഓർമ്മിപ്പിക്കുക, തിന്മ കടന്നു വരാതിരിക്കുവാൻ കണ്ണടയ്ക്കുന്നവൻ. കേട്ടോ, നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നമുക്ക് നീതിപൂർവ്വമുള്ളൂ, സത്യം സംസാരിക്കുള്ളൂ. മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കുവാൻ കൈകുടയുന്നവൻ. വീണ്ടും പറയുക, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കുവാൻ വേണ്ടി ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. വീണ്ടും പറയുകയാണ്, ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും, അവൻ്റെ ആഹാരം മുടങ്ങിയില്ല, അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. അവൻ പാറമേൽ പ്രതിരോധം ഉറപ്പിക്കും. അവൻ പാറയുടെ മുകളിൽ നിൽക്കുക, വിശുദ്ധിയുള്ളവൻ. അവനെ തടയാൻ, അവനെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല. വീണ്ടും പറയുകയാണ്, വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവന് ആഹാരം മുടങ്ങിയില്ല, ദാഹജലം കിട്ടുമെന്നും തീർച്ച. അവന് ഭക്ഷണവും കിട്ടും, കുടിക്കാനുള്ള വെള്ളവും കിട്ടും, അവന് പട്ടിണി കിടക്കേണ്ടി വരില്ല. ആർക്കാ? വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തി. വീണ്ടും വചനത്തിൽ കാണുക, രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ നിന്റെ കണ്ണുകൾ ദർശിക്കും. ദൈവത്തെ കാണാൻ സാധിക്കുക ആർക്കാ? വിശുദ്ധിയുള്ള വ്യക്തികൾക്കാണ് ദൈവത്തെ കാണാൻ സാധിക്കുക. വീണ്ടും ദൈവമായ കർത്താവ് വിശുദ്ധി പാലിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്, വിദൂരത്തേക്ക് വ്യാപരിച്ച് കിടക്കുന്ന ഒരു ദേശവും അവൻ കാണും. വിദൂരത്തേക്ക് വ്യാപരിച്ച് കിടക്കുന്ന ഒരു ദേശം, നിന്റെ മക്കൾ, നിന്റെ തലമുറകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. കുടുംബത്തിൽ അപ്പൻ വിശുദ്ധിയോടുകൂടെ ജീവിച്ചോ, ആ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തിൽ അമ്മ വിശുദ്ധിയോടുകൂടെ ജീവിച്ചോ, ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം ഒഴുകും. മക്കൾ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധിയുള്ള മക്കളുണ്ടോ, ആ കുടുംബവും തലമുറകളും അവിടെ ഭാവിയും എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ്? ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന്. ആരുടെ? ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ
കെടുത്തുന്നതിന് വിശ്വാസത്തിൻ്റെ പരിചയ ധരിക്കുവിൻ. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, ഓരോ വ്യക്തികളും ധരിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ പരിചയം. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായി ഏക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എത്ര പേര് അതിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്? 12ഓളം കാര്യങ്ങളാണ് ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഓരോരുത്തരോടും അവിടുന്ന് പറഞ്ഞു തരുന്നത്. നമ്മൾ ഓരോരുത്തരും ഇന്ന് വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രമാണം ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വിശ്വാസത്തോടുകൂടെ ചെല്ലിയെങ്കിൽ അതിൻ്റെതായ അനുഗ്രഹവും കൃപയും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. 2 തരം വിശ്വാസമുണ്ട്. 1 ബുദ്ധിയിലുള്ള വിശ്വാസമുണ്ട്, 2 നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസമുണ്ട്. ബുദ്ധിയുള്ള വിശ്വാസം നമുക്കറിയാം, നമ്മളൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, പെട്ടെന്ന് നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ജീവാത്ത് സംഭവിക്കുമ്പോൾ, ദൈവമേ നീ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ദൈവത്തോട് മറുതലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വിശ്വാസം നിന്റെ ബുദ്ധിയിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വിശ്വാസം നിന്റെ ബുദ്ധിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതെന്താണ്? ഈശോയിലും ഈശോയുടെ വചനത്തിലുമുള്ള ആഴമായ വിശ്വാസം, അല്ലെങ്കിൽ ദൈവത്തിലുള്ള സമ്പൂർണമായ സമർപ്പണവും അനുസരണവും. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ബോധ്യം. പ്രിയപ്പെട്ട മക്കളെ, അബ്രാഹത്തിന്റെ ജീവിതം ഒന്ന് നോക്കി. ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറയുക, നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും നിനക്കുള്ളതെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക് നീ പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. അബ്രാഹം ഇറങ്ങിത്തിരിക്കുക, പിതൃദേശത്തെയും അതുപോലെ തനിക്കുള്ളതെല്ലാം വിട്ട്. അബ്രാഹത്തിന് വലിയ വീടുണ്ടായിരുന്നു, വലിയ കാറുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു അബ്രാഹം. എന്നാൽ ദൈവം പറഞ്ഞത് കേട്ടു, ദൈവം പറഞ്ഞത് അനുസരിച്ചു, അതിന് സമ്പൂർണമായി സമർപ്പിച്ചു. അബ്രാഹം ഇറങ്ങിത്തിരിച്ചപ്പോൾ അവന് തല വെക്കാൻ വേണ്ടി കല്ലുകളോ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വലിയ വീടൊന്നുമില്ല, അവൻ വലിയ വീട്ടിൽ ജീവിച്ചവരാ. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക, അതിന് പൂർണ്ണമായി സമർപ്പിച്ചു, അതിനെ പൂർണ്ണമായി അനുസരിച്ചു അബ്രാഹം ഇറങ്ങിത്തിരിക്കുക. വീണ്ടും അബ്രാഹത്തിന് ജീവിതത്തിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ ദൈവമേ എന്ന് ഒരിക്കലും അബ്രാഹം ചോദ്യം ചെയ്യുന്നില്ല. കൂടാരങ്ങളില അബ്രാഹം വസിച്ചിരുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത് അനുസരിക്കുന്നു, ഞാൻ അതിന് സമർപ്പിക്കുന്നു. വീണ്ടും അബ്രാഹം മുന്നോട്ട് പോകുമ്പോൾ കാണുക, അബ്രാഹത്തിന് മക്കളില്ലാത്തതിൻ്റെ വേദനയുണ്ട്. അങ്ങനെ ഇരിക്കും ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറയുക, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തിരി പോലെയും നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകും. ദൈവത്തിൻ്റെ വാക്കിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. എന്നോട് വാഗ്ദാനം ചെയ്യുവാൻ വിശ്വസ്തരാ. ഈ വലിയ ബോധ്യം, ആ വലിയ വിശ്വാസം അബ്രാഹത്തിന്റെ ഹൃദയത്തിൽ ആഴപ്പെട്ട് കിടക്കുന്നുണ്ട്. അബ്രാഹത്തിന് അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയാണ് 100ാമത്തെ വയസ്സിൽ. ആ കുഞ്ഞിനെ സ്നേഹിച്ച് തീർന്നിട്ടില്ല, താലോലിച്ച് തീർന്നിട്ടില്ല. ആ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്ന അബ്രാഹം, കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് നടക്കുന്ന അബ്രാഹം. എന്നാൽ ഈ അബ്രാഹം കാണാൻ സാധിക്കും, ഈ അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറയുക, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി മോറിയ മലയിൽ ബലിയർപ്പിക്കുക. കുഞ്ഞിനെ സ്നേഹിച്ച് തീർന്നിട്ടില്ല, താലോലിച്ച് തീർന്നിട്ടില്ല. ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞ, ആ കുഞ്ഞിനെ കൊണ്ടുപോയി മോറിയ മലയിൽ പോയി ബലിയർപ്പിക്കുക. നമ്മളാണെങ്കിൽ ചോദിച്ചേരെ, ദൈവമേ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പക്ഷേ അബ്രാഹം അവിടെ ചോദ്യം ചെയ്യുന്നില്ല. എന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാ. അബ്രാഹം ദുഃഖമുണ്ട്, പക്ഷെ ശക്തിയുണ്ട്. അബ്രാഹം അനുസരിക്കുക, അവനെ തന്നെ സമർപ്പിക്കുക. ഇതാ പ്രിയപ്പെട്ടവരെ,
അബ്രാഹത്തിന്റെ അനുസരണം നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവ ശുശ്രൂഷ ചെയ്യണം, ഈ വിശ്വാസം വേണം, ഈ വിശുദ്ധി വേണം. അതുകൊണ്ടാണ് വിശ്വാസമാവുന്ന പരീക്ഷ, വിശുദ്ധിയാവുന്ന പരീക്ഷ ഒരു ദൈവവൈദ്യനെ ധരിക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നത്. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം പറയുകയാണ്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. കണ്ടോ, പരീക്ഷകളെ അതിജീവിച്ച അബ്രാഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവൻ വിശ്വാസികളുടെ പിതാവായി മാറി. വീണ്ടും ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം പറയുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വീണ്ടും ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 38-ാം തിരുവചനം പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് അവരിൽ പ്രവേശിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷ, ആത്മീയ ആയുധം നമ്മൾ ധരിക്കണം. ഏതാണ്? വിശ്വാസമാവുന്ന പരീക്ഷ, 2 വിശുദ്ധിയാവുന്ന പരീക്ഷ. ഈ 2 ആത്മീയ ആയുധങ്ങൾ ഓരോ ദൈവ പൈതലും ധരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവമായ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം ഉണ്ടല്ലോ, നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കണം. വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശ്വാസത്തിൽ ജ്വലിക്കാൻ. വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശ്വാസത്തിൽ ജ്വലിക്കാൻ.